അത് അടുക്കള കൊണ്ടുവച്ചോളൂ. ഞാൻ ഈ ചെറുക്കിന് മോളിലത്തെ മുറി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. നടക്ക്, നീ മുമ്പേ പോ. എല്ലി കിടക്ക പതുക്കെ. ദാസന്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ചായയുടെ പണിയുടെ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊള്ളു. സാധനങ്ങളൊക്കെ ചേറി വെക്കണം. ചെറുമയുള്ള രണ്ടാളും കൂടി വിളിച്ചോളൂ. കാളിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കാര്യങ്ങളൊക്കെ നീ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ല, ഇതൊക്കെ പെട്ടെന്നാണ് ഉണ്ടായത്. സമയമുണ്ട്, കിടക്കൂ. അരുത്. വാന്ന് ഇനി എപ്പോഴാ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. കാണണ്ട. ചെയ്ത തെറ്റിനൊക്കെ എന്റെ ദേവരെ മാപ്പ്. അങ്ങനെയൊന്നും വിചാരിക്കരുത്. വാ. അരുത്, ഇനി വേണ്ട. ആ ഏടത്തിയമ്മ ഇപ്പോ ദാസേട്ടനെ വിചാരിച്ച് കിടക്കാവല്ലേ? ദാസേട്ടനും ഏടത്തിയമ്മയ്ക്കും നല്ലത് വരട്ടെ. ഞാൻ ഇനിയും പ്രാർത്ഥിക്കും. എന്താ, സുഖല്ലേ? അറിഞ്ഞില്ലേ, ഭാഗവതർക്ക് ഇന്നലെ മോഹാലസ്യം വന്നു. വെള്ളം കൊടുത്ത് എണീപ്പിച്ചിരുത്തിയപ്പോ പിന്നെ ശബ്ദമില്ല. ഇനി ഞാനാ ബാക്കി. ശബ്ദം ഇല്ലാണ്ട് അയച്ചാൽ ഭാഗവതർ മരിച്ചു എന്ന് തന്നെ കരുതാം. എനിക്ക് ഭ്രാന്താ വരാ, നട്ടഭ്രാന്ത്. അതിനു മുമ്പ് എന്റെ ഭഗവാനെ, എന്റെ ഭഗവാനെ, എന്നെ അങ്ങോട്ട് വിളിക്കണേ. എന്റെ ഭഗവാനെ, എന്റെ ഭഗവാനെ, എന്നെ അങ്ങോട്ട് വിളിക്കണേ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇതാണ് കിഴക്ക്. പുതിയ കട്ടിലും കിടക്കയും ഒക്കെ വേണമെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. അവരിവിടെ നിൽക്കാനൊന്നും പോണില്ല. എങ്കിൽ അവർക്ക് ഇവിടെ ഒരു അറ വേണല്ലോ. ആ ചെറിയ മേശപ്പുറത്ത് ചന്ദനം തിരിയും കളവും പഴവും ഒക്കെ സന്ധ്യക്ക് മുമ്പ് കൊണ്ടുവെക്കുക കേട്ടോ. അനിയത്തിമാരും പെൺമക്കളൊക്കെയാണ് ഇന്ന് ഇതിനൊക്കെ എന്നെ സഹായിക്കേണ്ടിയിരുന്നത്. നിനക്കാണ് ഇതിന് യോഗം. കല്യാണക്കാരല്ലേ മാൺകുട്ടിയോടുമാരെ ഒന്നും കാണായിരുന്നു. മോന്റെ മുഖം കണ്ടില്ലേ, വാടി. അവന് വിശക്കുണ്ടാവും. വിശക്കാതെ ഇരിക്കുവോ? പിന്നെ അവന്റെ കാര്യം ഒന്നും പറയണ്ട. ഇവിടെ ഒരു പ്രത്യേക പൂവിരിയും. പണം വെച്ച് സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചാൽ രാവിലെ ഒരു നീലത്താമര. നടക്കുന്ന കാര്യമാണെങ്കിൽ ഉറപ്പാ. അത്രയ്ക്ക് വിശ്വാസം? ഇവിടുത്തെ വലിയ വിശ്വാസ. ദാസേട്ടൻ പരീക്ഷിച്ചിട്ടുണ്ടോ? ഞാനോ? ഭ്രാന്ത്.
എന്റെ ഭഗവാനെ, സമയായി. മോനെ എനിക്ക് വ്യസനം തുടങ്ങി. അവന്റെ നേരെ എത്രയില്ല. രാഹുകാലം കഴിഞ്ഞു. കുട്ടികൾ തൊഴുതു നിങ്ങൾ കയറിക്കോളൂ. മോൻ രത്നത്തിന്റെ അടുത്ത് തന്നെ ആയിരുന്നു. ആ മോന് രണ്ടതിന് ഇഷ്ടപ്പെട്ടത് അറിയില്ല അനുരാഗമേറെയാൾ അറിവോർ തെറ്റിടുമൊക്കെയൊക്കുകിൽ നിറവേറുകയില്ല കാമിതം കുറയും ഹാസഖി ഭാഗ്യശാലികൾ. മുകളിലേക്ക് അഞ്ചാ പച്ചവെള്ളം മതി, ജീരവെള്ളം കുടിക്കില്ല. ഓ, പാത്രമായിട്ട് കേറുമ്പോ നോക്കണം ട്ടോ. മൂന്നാമത്തെ കോണിപ്പിടി വല്ലാണ്ട് ഇളകും. കിടക്കുമ്പോ തെക്കേ ജനാല അടച്ചോളൂ ട്ടോ. വടക്കേലെ പൂച്ച അതിലാണ് എന്നും വരിക. എത്ര കാലമായി വന്നിട്ട്? കുറച്ചേ ഉള്ളൂ. അമ്പലക്കുളത്തിലാണോ കുളിക്കുന്നത്? തൃപ്പടിയിൽ പണം വെച്ച പൂ വിരിയും. പൂ വിരിഞ്ഞ അനുഭവമാണെന്ന് പറയുന്നത് ശരിയാ? അങ്ങനെ എല്ലാരും പറയണേ. കുഞ്ഞുമോൾ എന്താ പരീക്ഷിക്കാത്ത? നിനക്കെന്നും ഞാനുണ്ട്. ഭാഗവതർക്ക് മിണ്ടാൻ വയ്യാത എന്ന് പറഞ്ഞല്ലോ. അതെ, മോഹാലസ്യായിട്ട് കിടക്ക. പാട്ട് കേൾക്കണ്ടല്ലോ. എനിക്ക് കേൾക്കാനില്ലല്ലോ. കുട്ടി, ആ നടക്കൽ കയറി നിന്ന് ഹൃദയം പൊട്ടി ഒന്ന് കരയൂ. അല്ലെങ്കിൽ നിനക്ക് വല്ലതും സംഭവിക്കും. കരയൂ കുട്ടി. മതി, എഴുന്നേൽക്കൂ.
ഇനി കരയരുത്. ഏതി ജീവന്തമാനന്ദോ നരം വർഷശതാതപി. വാത്മീകി രാമായണത്തിന് മുഴുവൻ സത്താണിത് മോളെ. നീ ജീവിക്കൂ. കാലം നിന്റെ ദുഃഖത്തെയും ആനന്ദമാക്കും. വിളിക്കാൻ വരട്ടെട്ടോ. ഒറ്റ മിനിറ്റ്. മുളക് സംബന്ധി അരച്ചിട്ടില്ല. ചട്നി പറ്റില്ലേ? മുളക് സംബന്ധി നിർബന്ധമാണോ? അങ്ങനെ പറയണേ. എന്നെക്കാളും ദാസേട്ടന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും കുഞ്ഞുമാളിനാവും അറിയാം. അരച്ചോളൂ. കുഞ്ഞുമാളിനെ കുറെ ഏറെ ഒന്ന് പഠിപ്പിക്കാനുണ്ടാവും. ഓ ഈശ്വര, മാനം രക്ഷിച്ചു. ഓ, ഒരു 100 മില്ലിയുടെ. അച്ഛന്മാരെ, അവിടെ പണിക്ക് നിൽക്കണ കുഞ്ഞുമാളുവിന്റെ അമ്മാമ്മയുടെ മാനാ ഞാൻ. അതിന് ഞാനെന്ത് വേണം? അവളൊന്നും ഇങ്ങോട്ട് അയക്കണം. തിരക്ക് തീരുമ്പോ വരും. അച്ഛന്മാരെ, പറയുന്നത് കേട്ടാത്തൊന്നും അവളെ ആരോ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അധികം ഒച്ചിടണ്ട. എന്താ നേരെ? ഇയാളുടെ അടുത്തൊരു കുട്ടിയുണ്ട്. അത് കിഴക്കമ്പാട്ട് ജോലിക്ക് നിൽക്കണു. അടുത്തൊന്നും കണ്ടിട്ടില്ല, എന്നാലും തെറ്റില്ല. പട്ടിണി കിടക്കുന്നിടത്ത് വിളിച്ച് ഉണ്ണാനും ഉടുക്കാനും കൊടുത്ത് അല്പം ജീവൻ വെക്കുമ്പോ കാണാൻ ഇവറ്റിയെല്ലാം തല പൊക്കണു. നായരെ, അരിവാസന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇനി കിഴക്കപ്പോട്ടെ പണിക്കാരുടെ ആവശ്യം എന്താ അച്ഛനോട്? ആ 100 പൈസ വെച്ചിട്ട് പോ. കുട്ടിക്കൃഷ്ണ, എനിക്കൊരു 100 കൊടുത്ത. കുഞ്ഞുമാളോ, നീ വേണമെങ്കിൽ ഇന്നൊന്ന് വീട്ടിൽ പോയിട്ട് വന്നോളൂ. രത്നം ഉണ്ടല്ലോ ഇവിടെ. നിന്റെ അമ്മാമ്മയുടെ മക ഇന്നലെ അച്ഛനേരെ കണ്ടു പറഞ്ഞത്രേ. വൈകുന്നേരത്തേക്ക് വരണം. ദാസേട്ടൻ ഇന്ന് പോവാണ്. നീ വേണം എനിക്ക് തുണയ്ക്ക് കിടക്കാൻ. ഞാൻ പോണില്ല. നിന്റെ മുത്തശ്ശി വയ്യാതെ കിടക്കല്ലേ? ഒന്ന് പോയി കണ്ടു വന്നോളൂ കുട്ടി. പോയി വാ കുട്ടി. ഇവളുടെ അമ്മാവിടെ മകന് ഒരുത്തനുണ്ട്. ഇവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഇവൾക്കാണെങ്കിൽ ഭയങ്കര മടി. അതെന്താ? അവൾക്ക് ഇഷ്ടമില്ലാച്ച പിന്നെ നമ്മൾ നിർബന്ധിച്ചാ പറ്റുമോ? ദാസേട്ടൻ എന്ത് പറഞ്ഞു? അവൻ എന്ത് പറയാനാ? അവന്റെ പുസ്തകങ്ങളും കുത്തിക്കുറിക്കലും അല്ലാണ്ട് വേറെ എന്തിലാ അവനൊരു താല്പര്യം? പാവം. കുഞ്ഞുമാളു, നീ പോകാൻ തന്നെയാണ് ഭാവം. നീ എന്റെ കൂടെ പൊറുക്കാൻ തയ്യാറില്ല അല്ലേ? ഇനി എങ്ങനെയാ ഞാൻ മറ്റൊരാളുടെ കൂടെ പൊറുക്ക? ഞാനത് ചോദിക്കാൻ മറന്നുപോയി. എങ്ങനെയുണ്ട് എന്റെ അമ്മൂമ്മയ്ക്ക്? അറിയില്ല. നീ എന്താ ഉച്ചയ്ക്ക് തന്നെ ഓടിപ്പോന്നത്? അയാളുടെ ചീത്ത വെക്കാൻ എനിക്ക് വയ്യ. ഇത്തിരി കുടിക്കുകയും ചെയ്യും. ഇത്തിരി കുടിക്കുന്നത് ഇപ്പോഴും യോഗ്യതയാണ്. ദാസേട്ടനും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അയാൾ നിന്റെ അമ്മാവന്റെ മകനല്ലേ?